ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് അക്കോർഡിംഗ് ടു മീ. ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പൊ ഇതിന്റെ അടിവേര് വെട്ടാൻ പി വി എന്നെ തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെന്റർ പൊളിച്ച് സഹാക്കൾ ഓടേണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോ. പക്ഷെ എന്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എന്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പൊ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവ് വീശി വെച്ച് നടക്കില്ല. എനിക്കറിയാം എന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിന്റെ ശേഷി എനിക്കറിയാം, അവന്റെ വിദേശത്തിന്റെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പോൾ അത് എവിടെയൊക്കെ എത്തിക്കണമോ, എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചത്? അത് എന്നേറ്റുണ്ടായി എന്നെ കാര്യം. അതൊരു പ്രപഞ്ച സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുവോ? ഒരു ദിവസമല്ലല്ലോ, 3 കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇന്റലിജൻസ് ഇല്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, വിജിലൻസ് ഇല്ലേ, കേന്ദ്ര ഏജൻസികളില്ലേ, നാട്ടുകാരില്ലേ, പാർട്ടിക്കാരില്ലേ, പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂർ അടിച്ചു പോണം. 10 മണി കഴിഞ്ഞാൽ കരിപ്പൂര് ആ റോഡ് ബ്ലോക്ക് ചെയ്യണം അല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യണം. എവിടെയും ഒരു നിയമമല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം, കടകൾ ഓഫ് ചെയ്യണം. സുജിത് ദാസിന്റെ ഓർഡറാ. എന്റെ ഫോണിലുണ്ട്, ഞാൻ ഇട്ടിരുന്നത്, കിട്ടിയിട്ടുണ്ടാവും. ഇതിലൊക്കെ പല പത്രക്കാരും ഇടപെട്ടതാ. അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ 102 CRPC ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിന്റെ തൂക്കെടുത്ത് പോവാണ്. ഇതുവരെ അന്വേഷിക്കാൻ കണ്ടിട്ടില്ല. നാളെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം, ഒരു തട്ടാൻ ഉണ്ണിന്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്ന അപ്രൈസർ, നാളെ ഉണ്ണിന്റെ സ്വത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പോലീസ് കണ്ടെത്തിയിട്ടില്ലല്ലോ. നാളെ രാവിലെ ചായ കുടിച്ച് റെഡി ആയിക്കോ. നാളെ രാവിലെ മുതൽ ചലോ കൊണ്ടോട്ടി. മനസ്സിലായി? തെളിവ് ഞാൻ തരാം. ഞാൻ കാവൽക്കാരനാണ്. ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ. എന്റെ പണി സെക്യൂരിറ്റി പണിയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്ര കാലം ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ സെക്യൂരിറ്റിക്കാരന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ. നീ സെക്യൂരിറ്റി തന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ റോഡിൽ ഇറങ്ങിയേക്കും. മനസ്സിലായില്ലേ?